ഹായ് ഫ്രണ്ട്സ്, മുട്ടക്കറിയും മുട്ട റോസ്റ്റുമെല്ലാം നാം വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണല്ലേ. എന്നാൽ ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താൽ കറി നമുക്ക് വേറെ ലെവലാക്കാം. എങ്കിൽ വായോ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ 5 മുട്ടയാണ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായി 3 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൽ ചേർക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. എളുപ്പത്തിൽ വഴണ്ട് കിട്ടാനായി 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴണ്ട് കിട്ടി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായി വഴട്ടി ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നമുക്ക് എരിക്കനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കറി നന്നായി വഴട്ടിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലെല്ലാം മസാല പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലായി മാറും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.